കാസിം സേട്ട്. Hello, Aliar Bhai. I'm Qasim Seth. ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ തരുമോ? എനിക്ക് ഒരു ചെറിയ ഫേവർ ചെയ്യണം. എന്റെ ഒരാൾ എന്നെ ചീറ്റ് ചെയ്ത് നിങ്ങളെ അഭയം പ്രാപിച്ചിട്ടുണ്ട്, ജോർജ് മാത്യു. എനിക്ക് അയാളെ തിരിച്ചു തരണം. എന്തിനാ? സ്മഗ്ലിംഗ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട തൊഴിലാണ്. വഞ്ചനയ്ക്ക് ഒറ്റ ശിക്ഷയുള്ളൂ, മരണം. ഞാനും ആ അഭിപ്രായക്കാരനാണ്. വഞ്ചിച്ചാൽ അതെന്റെ മകളായ പോലും ഞാൻ സഹിക്കില്ല. ഈ ജോർജിനെ വിട്ടുതരാൻ സാധിക്കില്ല. കാരണം ഞാൻ അവനെ രക്ഷിക്കാന്ന് വാക്ക് കൊടുത്തു പോയി, പണവും വാങ്ങി. അയാൾ തന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. അലിയാർ കൊറ്റ വാക്കേ ഉള്ളത്, മാറാത്ത വാക്കാ. നാം തമ്മിൽ ഒരു മത്സരം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. കാസിം സേട്ടിനെ അലിയാർ ഭായിക്ക് കൃത്യമായിട്ട് അറിയില്ല. അനുഭവിച്ചറിയാം. എന്താ? ടീക്കേ. കൊല്ലക്കുടിയിലെ മുയലിനെ ആ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത്. വണ്ടി എടുക്കടാ. കണ്ടോ പാപ്പ, ഇവിടെ ഭയങ്കര കള്ളക്കളിയാ. അയ്യോ, അറിയാണ്ട് കൈതട്ടി കരു നീങ്ങിയതാ. കാക്കയുടെ കണ്ണോ? അല്ല, ഇങ്ങള് കളിക്കാണോ തല്ലൂടാണോ? കെട്ടിക്കാൻ പ്രായായി, കൊച്ചു പിള്ളാര് മാതിരി. എന്നാലേ വേഗം എന്നെ കെട്ടിച്ച് തരീന്റെ കുഞ്ഞാമിന. ഇത് കേട്ടാ? അലിയാരിക്ക, എന്താ? എന്തുണ്ടായി? 4-5 ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച് അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും? രാമയ്യനും ഹംസയും വന്ന് അവർ ഓടിച്ചത്. അല്ലെങ്കിൽ 3-4 ആളുകളെങ്കിലും മരിച്ചേന്. ആരാ രാമയ്യൻ? കാസിം സേട്ടിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്യന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ 5 ആൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ത് മണ്ടത്തരാ കാണിച്ച്? എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനും ഈ തണ്ടു തടിയല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്. ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? എല്ലാരും പോയിക്കോളി. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് 4 വഴിക്കും പോകാൻ പറ. അവൻ എവിടെ ഉണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
Oh!